ശരീര സൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൗന്ദര്യം എന്നുള്ളതിലും ശരീരവും മുഖമൊക്കെ. അതിൽ മുഖ സൗന്ദര്യത്തിന് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും. നമുക്ക് ശരീര സൗന്ദര്യം കുറഞ്ഞാൽ തന്നെ ആ ഒരു കോലം തന്നെ നഷ്ടമാവും. അപ്പം അങ്ങേറ്റം എന്ന് വെച്ചാൽ മുഖം നല്ല ഭംഗിയുണ്ട്, ഒരു സ്ത്രീയുടേതായിട്ടുള്ള ശരീരഭംഗി ഇല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം അതിൽ കോലക്കേടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തലയുടെ വലുപ്പത്തിനനുസരിച്ച് ശരീരമില്ലെങ്കിൽ അത് കിണറ്റിലിട്ട മുയ്യ് പോലെ എന്ന് പറയുന്ന ആൾക്കാർ. കാരണം വെച്ചാൽ ഭക്ഷണം കിട്ടാതെ വളർന്ന മത്സ്യം പോലെ ആയിരിക്കും എന്നർത്ഥം. കാരണം വെച്ചാൽ തലയൊക്കെ നല്ല പ്രായത്തിനനുസരിച്ച് വലുപ്പമുണ്ട്, പക്ഷെ ഉടലിൻ്റെ മുകളിൽ ഒന്നുമില്ലാത്ത പോലെയും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോലക്കേട് തന്നെയാണ്. അത് ഗാണ്ടു എന്ന് പറയും. പല ആൾക്കാരും പറയും ഇത് ആണോ പെണ്ണാന്ന് തിരിച്ചറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ഇത് സ്വന്തം മേധയാൽ തന്നെ ഇവർക്ക് ഫീൽ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. എന്താണ് കാരണം? മാറിടം ഇല്ലാത്തതാണ് പ്രശ്നം, അരക്കെട്ടുമില്ല. അപ്പോൾ ഇതൊരു വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നവർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്താണ്? മാറില്ലാത്തത് കൊണ്ട്. ഒരാളുടെ മുന്നിൽ നമുക്ക് ഒരു ശരീരം ഡ്രസ്സ് ഇട്ടാൽ ഭംഗിയില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. നമ്മൾ ദാമ്പത്യ ജീവിതം, ഭർത്താക്കന്മാർക്ക് മാറിനോട് ക്രേസ് ഉള്ള ഒരാളാണ്, അവർക്ക് ബ്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ജീവിതം പരാജയപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെയാണ് പല പല തരത്തിലും ഈ മാറിടം ഇല്ലാത്തതും അരക്കെട്ടില്ലാത്തതും വെച്ചാൽ ബട്ടർസ് ഇല്ലാത്തവർക്കൊക്കെ വളരെ ജീവിതത്തിന് തന്നെ പരാജയം വന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചിട്ട് നമ്മൾ പല വീഡിയോകളിലും നമ്മൾ മാറിടം വലുതാവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ മറ്റ് ചാനലുകളിലൊക്കെ നമ്മൾ ഈ വിഷയത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പലവർക്കും പല തരത്തിലും, കുറേ ആളുകൾക്ക് അത് ഗുണമുണ്ട്, കുറേ ആൾക്കാർക്ക് ഗുണമില്ല എന്നൊക്കെ പലരും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം 100ൽ 100 ആൾക്കാർക്കല്ല, പക്ഷെ 85-90% ആളുകൾക്കും പൂർണ്ണ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ എണ്ണ പുരട്ടിയിട്ട് ഇരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിവിധി ചെയ്യാൻ പറ്റാത്തവരും അത് കുറേ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള റിസൾട്ട് കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ ഇതൊക്കെ മാറി നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, കാരണം വെച്ചാൽ അവരുടെ രക്തഗ്രൂപ്പ്, സ്കിന്നിൻ്റെയും എല്ലാറ്റിൻ്റെയും ആ മാംസത്തിൻ്റെയും ഒക്കെ കാരച്ച പോലുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ ശാരീരികമായിട്ടുള്ള അവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള ആയിരിക്കും നമുക്കതിന് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ 21 ദിവസം ഉപയോഗിക്കേണ്ടി, ചിലപ്പോൾ വീണ്ടും ഒരു 21 ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് തുടർന്ന് കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ചില ആളുകൾക്കാണ് ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ എഫക്റ്റ് ചെയ്യാത്തവർക്കും ഏതൊരാൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഔഷധ ടിപ്സാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. ഇത് ബ്രസ്റ്റിമ പരട്ടി കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും നിങ്ങളുടെ ആ സ്തന വളർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. ഈ സ്തനം വളരണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്തനം നല്ല രീതിയിൽ നിൽക്കണമെങ്കിലും അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മാറുള്ള ആളുകളാണെങ്കിൽ ഈ മാറിനനുസരിച്ച കപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 36 സൈസിൽ ബ്രേ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് മാറ് കൂടുതലുണ്ടെങ്കിൽ അവർ 36 ബി കപ്പോ സി കപ്പ് എന്ന് പറഞ്ഞ് വേണം മേടിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ 36 ആണ് നമ്മളെ വണ്ണം, പക്ഷെ ബ്രസ്റ്റ് മാത്രം വലിപ്പമുണ്ടെങ്കിൽ ഈ കപ്പ് അതിന് കറക്റ്റായിട്ട് കൊള്ളാത്തതായതുകൊണ്ട് ബൾജ് ചെയ്തിട്ട് മേലേക്കും താഴേക്കും ഒക്കെ തുറിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്നാലോ മാറിൻ്റെ ഭംഗി നമുക്ക് കിട്ടും ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ 36 എന്നുള്ളത് സൈസിൽ മാറ് മാത്രമാണോ, നിങ്ങളുടെ സൈസിൻ്റെ ബ്രേക്കിനേക്കാൾ കൂടുതൽ മാറുണ്ട്, കപ്പ് ചെറുതാണെങ്കിൽ കപ്പ് മാത്രം വലുതായിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. അത് ചെറുവാക കടയിലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അതിന് ബി കപ്പ് സി കപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മാത്രം മതി. ഇപ്പം നിങ്ങളുടെ സൈസ് 36 ആണെങ്കിൽ 36 ബി കപ്പ് അല്ലെങ്കിൽ സി കപ്പ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വലിയ മാറിൻ്റെ ഷേപ്പ് മാറുണ്ടായിട്ടും നമുക്ക് ശരീരത്തിന് ഭംഗി കിട്ടാതെ പോകുന്ന ആ പ്രശ്നം ഇതോടുകൂടി പരിഹാരമാവും. പിന്നെ ഈ മാറില്ലാത്തവർ, മാറ് വളരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ഭാഗം നമ്മൾ ലൂസുള്ള ഡ്രസ്സിനുള്ള സ്പേസ് ഇടണം. എന്ന് വെച്ചാൽ രാത്രി ഇന്നർ വെയർ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മളെന്ത് വേണം, സാധാരണ ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ഉള്ളത് ഉപയോഗിക്കാതിരിക്കുക. കാരണം പുറമെ ഡ്രസ്സ് ലൂസ് ഉണ്ടായിരിക്കും. ഇവർ ഈ മാറാണെങ്കിൽ ഈ കരിങ്കല്ല് കയറ്റിച്ച പോലെ പതിഞ്ഞ് കിടക്കുമ്പോൾ ആ ഒരു അവിടേക്കുള്ള തുടിപ്പ് അല്ലെങ്കിൽ വളർച്ചയ്ക്കുള്ള സാധ്യത പോലും ഇല്ലാതെയാവും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കി ചെയ്താൽ മതി. ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ ഇത് അയച്ചു തരും. നിങ്ങൾ ഈ വാട്സപ്പിലൂടെ ഓർഡർ തരിക, അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ അതിൽ കൊടുക്കാം. കുറുന്തോട്ടി എടുക്കുക. കുറുന്തോട്ടി എടുത്തതിന് ശേഷം നമ്മൾ എന്താണ്, വേരിൻ്റെ മേലുള്ള തോല് ചെത്തിയെടുക്കുക. അത് പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് എടുക്കേണ്ടത്. കുറുന്തോട്ടിയുടെ വേരിൻ്റെ മേലെന്ന് നമ്മൾ ഉള്ള തോല് ചെത്തിയെടുക്കുക, പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്തതിന് ശേഷം അതും അമക്കൂരം എന്ന് പറയും അശ്വഗന്ധം കൂടി കൂട്ടി അരയ്ക്കുക, നന്നായി അരയ്ക്കുക. അതിൽ പാൽമുതിക്കിൻ കിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു കിഴങ്ങുണ്ട്, അത് കൂടി ഇതിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഈ പാൽമുതിക്കിൻ കിഴങ്ങും കുറുന്തോട്ടി അമക്കൂരം, ഈ അമക്കൂരമാണ് വേണ്ടത്. ഈ അമക്കൂരം കൂടി ചേർത്തിട്ട് നന്നായി അരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളത് കുറുന്തോട്ടിയുടെ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുകൂടി നന്നായി പൊടിക്കുക. 50 ഗ്രാം കുറുന്തോട്ടി, 50 ഗ്രാം അമക്കൂരം എന്നുവെച്ചാൽ അശ്വഗന്ധം, 50 ഗ്രാം പാൽമുതുക്ക്. ഈ പാൽമുതുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി പൊടിക്കുക. പൊടിച്ചതിന് ശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ നന്നായി കുറച്ച് തുറു പോലെയൊക്കെ കുഴമ്പ് പോലെയൊക്കെ ഈ കുഴമ്പ് പോലെ ആക്കി വെച്ചതിലാണ് നമ്മൾ 1/2 ലിറ്റർ നല്ലെണ്ണ, എള്ളെണ്ണ തന്നെ വേണം എന്നുള്ളത് നിർബന്ധമുണ്ട്. ഈ 1/2 ലിറ്ററിൻ്റെ കൂടെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് 1 ലിറ്റർ വരെ ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. 1 ലിറ്റർ വരെ ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. ഈ ഇതിൻ്റെ കൽക്കത്തിന് കണക്കാക്കിയിട്ട് നോക്കുമ്പോൾ പറ്റും. അപ്പോൾ 1 ലിറ്ററാണ് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറും ശരീരം കൂടി തേക്കാൻ പറ്റും. ഈ ശരീരത്തിൻ്റെ എല്ലാ തരിപ്പ്, മരവിപ്പ്, കടച്ചിൽ, വേദന മുതൽ എല്ലാ ഓജസ് കിട്ടാൻ, ഇപ്പോൾ കവിളൊട്ടിയതൊക്കെ മാറാനും ഇത് നല്ലതാണ്. അപ്പോൾ ഈ 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ ഈ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ 3 മരുന്ന് കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ കുറുക്കിയതിലേക്കാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലോണം തുറുമല്ല, വെള്ളം വറ്റിയിട്ടുമില്ലാത്ത തരത്തിൽ വേണം ഒഴിക്കാൻ. എന്നിട്ട് ചെറു ചൂടിൽ നൈസായിട്ട് നമ്മൾ ഇളക്കി വേണം ഇത് ഡ്രൈ ആവാൻ. ഈ ഡ്രൈ ആവുന്ന ഒരളവ് എന്ന് പറയുന്നത് നമുക്കിതാണ് ഉണങ്ങി മൊരിഞ്ഞിട്ടുമില്ല എന്നാൽ വെള്ളം വറ്റി ചെള്ളി പാകത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഇതെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് ആ ചൂടോട് കൂടി അരിക്കാനും പാടില്ല, എന്നാൽ നല്ലോണം തണുക്കാനും പാടില്ല. ആ നേരത്തെ അരിച്ചെടുക്കും വേണം. കാരണം തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും ചെയ്യരുത്, അന്ന് ചൂടുണ്ടായിരുന്നു. ആ നേരത്ത് അതിൽ നിന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കൽക്കം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പിന്നീടും തെളിയിച്ചെടുക്കാം. അതെടുത്തതിന് ശേഷം നമ്മൾ അതൊരു കുപ്പിയിലാക്കി വെക്കുക. ഈ ആക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ശരീരം ശോഷിച്ചിട്ടുള്ളത് അവിടെയൊക്കെ തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ ഉണ്ടെങ്കിൽ നല്ലെണ്ണയാണെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കവിളൊട്ടിയവർക്ക്, മുഖം ചുളിവുള്ള ആളുകൾക്ക്, മാറില്ലാത്തവർക്ക്, ലിംഗബലത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൈകാലുകളൊക്കെ ഞരമ്പ് പൊന്തി നിൽക്കുക എന്ന് പറയുന്നത് അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉരുളൻ കൈയാവും. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ നല്ല ഭംഗി വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ കണ്ടില്ലേ, ചില ആൾക്കാർ ഇവിടെയൊക്കെ എന്താ പറയുക, ഒരു തള്ളപ്പിടികളെ പോലെ ഉണ്ടാവും, ചെറുപ്പം പെൺകുട്ടികളാവുക. പക്ഷെ കയ്യങ്ങാണ്ട് കണ്ടിട്ട് ജാതി ഞരമ്പൊക്കെ പൊന്തിയിട്ട്, അപ്പോൾ അതൊക്കെ മാറിയിട്ട് പക്ക ലുക്കാവും ഈ സംഭവം. ഇതിന് ഇത്ര മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഇത് അരച്ച് പേസ്റ്റ് ആക്കാനും ഇത് ചെയ്യാനും ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ പുരട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ ഇരിക്കണം. മാറിൻ്റെ മുകളിലാണ് പരട്ടുന്നത് എന്നുണ്ടെങ്കിൽ റൗണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്തിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്നിങ്ങനെ ഒഴിയുമ്പോഴാണ് ഇത് വളരാനുള്ളതുണ്ടാവും. മാറ് മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ ചുളിവുകളൊക്കെ നമ്മൾ 7 ദിവസം മുതൽ തന്നെ നമുക്ക് തരിപ്പൊക്കെ ഒരു 2 ദിവസം കൊണ്ട് മാറും. തരിപ്പ്, മരവിപ്പ്, കടച്ചിൽ, വേദനയൊക്കെ നമുക്ക് 2-3 ദിവസം കൊണ്ട് മാറും. പക്ഷെ നമുക്ക് മാറിന് വളർച്ച എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ രക്തോട്ടം ഉണ്ടായിട്ട് അവിടെ മജ്ജ മാംസം വരാനുള്ള സമയം നമ്മളവിടെ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് 21 ദിവസം ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് പെട്ടെന്ന് ഈ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഉണ്ടോ, സാഗിങ് ഒക്കെ പെട്ടെന്ന് റെഡിയാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ അവിടുത്തെ രക്തോട്ടം വന്ന് അവിടുത്തെ മജ്ജ മാംസം വളർന്ന് മാറിലേക്ക് നല്ലൊരു വളർച്ച കിട്ടുള്ളൂ. അല്ലാണ്ട് മറ്റുള്ള ചുളിവൊക്കെ നമുക്കൊരു 4 ദിവസം കൊണ്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ കൈകാല് ശോഷിച്ചതും ഞരമ്പ് പൊന്നിയതൊക്കെ ഒരു 7 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ റിസൾട്ട് ആവും. പക്ഷെ മാറ് വലുതാവുക എന്ന് പറയുന്നത് നമ്മൾ ടച്ചിട്ട് നമ്മൾ ആവില്ല. ആ ഒരു സമയം നമ്മൾ കണക്കാക്കുക, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക.
ഇത് പരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ ശരീരത്തിൽ പിടിച്ചാലാണ് ഏറ്റവും ഫലം കിട്ടുള്ളൂ. ഈ മരുന്നിൻ്റെ ഗുണം നമുക്ക് ശരീരത്തിൽ കിട്ടുള്ളൂ. എന്നാൽ ഈ സമയമൊന്നും ആർക്കും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും ഇരുന്നെങ്കിൽ മാത്രമേ ഇത് കാര്യമുള്ളൂ. ആളുകൾ പറയും ഞാൻ ഇതൊക്കെ മേലൊക്കെ പരട്ടും, എന്നിട്ട് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിലെ പണികളൊക്കെ എടുക്കും, ഞാൻ എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് പരട്ടി കഴിഞ്ഞാൽ ഡ്രസ്സൊന്നും ഇടാതെ തന്നെ ഇരിക്കണം, എന്നെങ്കിൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ, ശരീരത്തിൽ പിടിക്കുള്ളൂ. ഇത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭംഗിയുടെ കാര്യം വളരെ ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കോർങ്ങയുടെ കണ്ട് മാറി, അല്ലെങ്കിൽ ചുളിവുകളും ഇതൊക്കെ മാറി, അല്ലെങ്കിൽ ആ ഉണങ്ങിയ ശരീരം മാറി, അല്ലെങ്കിൽ മാറില്ലാത്തത് മാറി, അല്ലെങ്കിൽ ബട്ടക്സ് ഇല്ലാത്തത് മാറി, നല്ല തുടുത്ത മുഖത്തോടു കൂടി നല്ല ശരീര സൗന്ദര്യം ഉണ്ടാവാൻ ഏറ്റവും സൂപ്പറാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാ ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞു, മാറില്ലാത്തവർക്ക് മാറുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി ഇത് ആവശ്യക്കാർ നിങ്ങളിത് ഉണ്ടാക്കി ഉപയോഗിക്കുക. ഈ മരുന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വൈദ്യശാലയിലുണ്ട്, അപ്പോൾ അത് വേണമെങ്കിൽ അയച്ചു തരും. 350 രൂപയാണ് വില. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഓർഡർ ചെയ്യാം. അത് വാട്സപ്പ് മുഖേന നിങ്ങളുടെ കാര്യം പറയുക, നിങ്ങൾക്ക് ഈ തൈലം വേണം എന്ന് പറയുക. ഈ തൈലത്തിൻ്റെ പേരും നമ്മളിത് ഉണ്ടാക്കിയതായതുകൊണ്ട് വാജീകൽപ്പ തൈലം എന്നൊക്കെ നമ്മളിതിൽ പറയുന്ന ഒരു കോഡായിട്ട് പറയുകയാണ്, വാജീകരണ തൈലം എന്നൊക്കെ. അപ്പോൾ അത് ബലാശ്വഗന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് ഇതൊരു യോഗം, നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള യോഗമായിട്ടുള്ളത് കൊണ്ട് നമ്മളതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. പേഷ്യൻസിന് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതൊക്കെ. അത് മറ്റെല്ലാവർക്കും കൂടി ഉപകാരമാവട്ടെ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഗുണമായി വരട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവട്ടെ വെച്ചിട്ടാണ് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം ഒരുപാട് പെൺകുട്ടികളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ഇങ്ങനത്തെ ഒരു രഹസ്യമായ ഒരു പരസ്യവും അതുപോലെ തന്നെ ആവശ്യമായ ഒരു കാര്യം പറയാൻ മടിയുള്ളതും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ ഈ ഒരു പരിഹാരം, ബ്രസ്റ്റ് ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയിലേക്ക് കണക്കാക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് പറ്റില്ല. അപ്പോൾ അതൊരു പോരായ്മ എന്ന് പറയുന്നതും ആഗ്രഹമുള്ളവർക്കും ഇത് റിസൾട്ട് 100ൽ 100ആണ്. നമ്മുടെ പരിശ്രമം കൂടി ഇതിൽ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും നമ്മൾ.